ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കൾ, മറ്റു കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരു പുരുഷൻ താടി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാകുന്നു. എന്തൊക്കെയാകുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു പുരുഷൻ താടി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാകുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? വളരെ ലളിതമായ 2 സൂറത്തുകളാകുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. എങ്ങനെയാകുന്നു ഒരു പുരുഷൻ താടി വെട്ടുമ്പോൾ എങ്ങനെയാണ് വെട്ടേണ്ടതെന്നുള്ള അതിൻ്റെ മര്യാദകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാം. അങ്ങനെയുള്ള അതിനെ പറ്റിയുള്ള കാര്യത്തെ കുറിച്ചാകുന്നു ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. ഒരു പുരുഷൻ അവൻ്റെ താടി വെട്ടുമ്പോൾ ആദ്യം വലത് ഭാഗത്തിൽ നിന്ന് തുടങ്ങുകയും താടി വെട്ടിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ അവൻ ഓതുകയും ചെയ്യുക. രണ്ടാമത് അവൻ ഇടത് ഭാഗത്തിൽ നിന്ന് താടി വെട്ടുമ്പോൾ അത് വെട്ടിയതിന് ശേഷം സൂറത്ത് അലം നശ്റഹ് എന്ന സൂറത്ത് ഓതുകയും ചെയ്യുക. ഇതാകുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പാലിക്കാതെ നമ്മൾ അതെല്ലാം മറികടന്ന് അതിനപ്പുറത്തായി എതിരായി ചെയ്യുന്ന ഒരു രീതികളാകുന്നു ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നേട്ടമായി, നമുക്ക് വലിയൊരു പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയായി എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ താടി വെട്ടുമ്പോൾ, പുരുഷന്മാർ താടി വെട്ടുമ്പോൾ ആദ്യം വലത് ഭാഗത്തിൽ നിന്ന് താടി വെട്ടുകയും പിന്നീട് ഇടത് ഭാഗത്തിൽ നിന്ന് താടി വെട്ടുകയും ചെയ്യുക. താടി വെട്ടുന്ന സമയത്ത്, വലത് ഭാഗത്തിൽ നിന്ന് താടി വെട്ടുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും പിന്നീട് ഇടത് ഭാഗത്തിൽ നിന്ന് താടി വെട്ടുന്ന സമയത്ത് സൂറത്ത് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതുകയും ചെയ്യുക. ഇതാകുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിച്ച വിഷയം. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പ്രതിഫലം ലഭിക്കുന്ന, വളരെ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധമാക്കാൻ ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബു സുബ്ഹാനഹു തആല നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും റബ്ബു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ദീനിൽ ഖിദ്മ ചെയ്ത് ജീവിക്കുവാൻ, മഹാന്മാരോട് കൂടി ജീവിക്കുവാൻ റബ്ബു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഴി പിഴക്കുന്ന സ്വഭാവങ്ങളിൽ നിന്ന് റബ്ബു സുബ്ഹാനഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശൈത്താനിയത്തിൻ്റെ എല്ലാ ഷർറുകളിൽ നിന്നും റബ്ബു സുബ്ഹാനഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോയുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. നിങ്ങൾ എല്ലാവരിലേക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.